അപ്പോൾ ആ സീൻ കഴിഞ്ഞ സമയത്ത് തിലകേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, താൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഈ അഭിനയം എന്ന തൊഴിലിനെ കാണും, വെറുതെ ഇങ്ങനെ ഒരേപോലുള്ള റോളുകൾ ചെയ്ത് നടക്കരുത്. പുള്ളി അന്ന് ഉപമിച്ചത് ഈ കോഴിയുടെ കാലിൽ മുടി ചുറ്റിയ പോലെ അവിടെ തന്നെ കിടന്ന് കറങ്ങരുത്. നല്ല നല്ല തിരക്കഥാകൃത്തുക്കളോടും നല്ല നല്ല സംവിധായകരോടും പറയണം, എനിക്ക് നല്ല വേഷങ്ങൾ തരണം, സത്യനെ പോലുള്ള നല്ല സംവിധായകരുടെ പടങ്ങളിൽ താൻ അഭിനയിക്കണം, കാരണം തനിക്ക് ക്യാരക്ടറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ സംഭാഷണം പറഞ്ഞപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിലകേട്ടൻ എനിക്ക് അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ ഏതെങ്കിലും സിനിമ കിട്ടുമ്പോൾ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നല്ലാതെ എനിക്ക് തിലകേട്ടനൊക്കെ ചെയ്യുന്നത് പോലെ അത്രയും ഡെപ്തുള്ള കഥാപാത്രങ്ങളൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ തിലകേട്ടൻ അന്ന് എന്നോട് പറഞ്ഞത്, എൻ്റെ ഈ പ്രായത്തിലാണ് ഞാൻ ഇത്രയും ഡെപ്തുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത്, തനിക്ക് എൻ്റെ പ്രായമാവട്ടെ, അപ്പോൾ തനിക്ക് അതുപോലെ ഉള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഇന്നെനിക്ക് ആ പ്രായമായി. അപ്പോൾ എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ ദൈവാധീനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം